ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്ക് നേരുക. ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് ഇന്നേ ദിവസം കടന്നു വന്ന് ഞങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഉയർത്തെഴുന്നേറ്റ് ഈശോ തൻ്റെ ശിഷ്യന്മാരെ ഒരു പ്രത്യേക ദൗത്യം ഏൽപ്പിക്കുന്നുണ്ട്. അത് പ്രേക്ഷിത ദൗത്യ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 15-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നിങ്ങൾ ലോകം എങ്ങും പോയി എല്ലാ വശങ്ങളിലേക്കും പോയിട്ട് എല്ലാ സൃഷ്ടികളോടും, കാണുന്ന എല്ലാത്തിനോടും നിങ്ങൾ പ്രസംഗിക്കുവിൻ, സുവിശേഷം പ്രസംഗിക്കുവിൻ. വലിയൊരു ദൗത്യ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ ദൗത്യത്തിൽ നിനക്കും പങ്കുണ്ട്. ഈശോ ശിഷ്യന്മാരെ ഏൽപ്പിച്ചപ്പോൾ നിന്നെയും കൂടെ ഈശോ കണ്ടിട്ടുണ്ട്. നിനക്ക് ഈ ദൗത്യമുണ്ട്. മാമോദീസയിൽ ഈ ദൗത്യം നീ സ്വീകരിച്ചിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനത്തിലുള്ള ദൗത്യം, ഒരു മിഷണറിയുടെ ദൗത്യം. നീയുമായിട്ട് ഇടപഴകുന്ന വ്യക്തിയിലേക്ക്, നീ പോകുന്ന സ്ഥലങ്ങളിലേക്ക്, നീ ചെല്ലുന്ന ഭവനങ്ങളിലേക്കൊക്കെ ക്രിസ്തുവിനെ കൂട്ടിക്കൊണ്ടു പോകുവാനും ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാനും ക്രിസ്തു അവരുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ള വ്യക്തിയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാനും നിനക്കൊരു ദൗത്യമുണ്ട്. അത് നീ എപ്പോഴും കൂടെ കൊണ്ടു കിടക്കണം. എപ്പോഴെങ്കിലുമൊക്കെ അല്ല, എപ്പോഴും എനിക്ക് ക്രിസ്തുവിനെ പകരണം എന്നുള്ള ഒരു വാശി, ഒരു വലിയൊരു ആഗ്രഹം നിൻ്റെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കണം. അപ്പോൾ ക്രിസ്തു നിന്നിൽ ജീവിക്കും, നിന്നിലൂടെ മറ്റുള്ളവരിലും ജീവിക്കും. അത് നിനക്ക് അനുഭവിക്കാനായിട്ട് ഇടവരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചിട്ട് കരങ്ങൾ കൂട്ടാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഇടയിലുള്ള നിൻ്റെ വലിയ സാന്നിധ്യത്തിന് ഞങ്ങൾ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. കർത്താവേ, ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. നീ ഏൽപ്പിച്ച ഈ പ്രേക്ഷിത ദൗത്യത്തെ സാധിക്കുന്ന രീതിയിലെല്ലാം പൂർത്തീകരിക്കുവാനായിട്ട് ഈ വ്യക്തിക്ക് അനുഗ്രഹം നൽകണമേ. നിൻ്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാത്തരം തിന്മകളിൽ നിന്നും ഈ വ്യക്തിക്ക് സംരക്ഷണം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. ആരാധന